ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് ജീവജലം. 5ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ പാഠമാണ്. ക്ലാസ്സിലേക്ക് പോകാം. ലയിക്കുന്ന വസ്തുവിനെ എന്ത് വിളിക്കുന്നു? ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നാണ് വിളിക്കുന്നത്. ലീനത്തിനൊരു ഉദാഹരണമാണ് പഞ്ചസാര. ഏതിലാണോ ലയിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ലായകം. ഏതിലാണോ ലയിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ലായകം. ലായകത്തിനൊരു ഉദാഹരണമാണ് വെള്ളം. ലീനം. ലീനം ലായകത്തിൽ ലയിച്ച് ഉണ്ടാകുന്ന പദാർത്ഥമാണ് ലായനി. അതായത് പഞ്ചസാര ലായനി അതിനൊരു ഉദാഹരണമാണ്. ലീനമെന്ന് പറഞ്ഞാൽ ലീനത്തിനൊരു ഉദാഹരണമാണ് പഞ്ചസാര. ഏതിലാണോ ലയിക്കുന്നത് അതിന് ലായകമെന്ന് പറയുന്നു. ലായകം വെള്ളമാണ്. ലായനിക്കൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പഞ്ചസാരവും വെള്ളവും ലയിച്ച് ചേർന്നുണ്ടാകുന്ന പഞ്ചസാര ലായനിയാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത്? സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. എല്ലായ്പ്പോഴും LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത്? ജലം. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ജലം? 2/3 ഭാഗവും ജലമാണ്. സമുദ്രജലം എത്ര ശതമാനമാണ്? സമുദ്രജലം 96.5%. അടുത്തത്, ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവെത്ര? നമ്മുടെ ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവെത്ര? 3.5%. അടുത്തത്, ബാഷ്പീകരണം എന്നാൽ എന്ത്? ബാഷ്പീകരണം എന്നാൽ എന്താണ്? ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അതിൻ്റെ ഉദാഹരണമാണ് വെള്ളം നീരാവിയായി പോകുന്നത്. വെള്ളം നീരാവിയായി മാറുന്നത് എന്താണ്? ബാഷ്പീകരണത്തിനൊരു ഉദാഹരണമാണ്. സാന്ദ്രീകരണം എന്നാൽ എന്ത്? ബാഷ്പീകരണവും നേരത്തെ പറഞ്ഞു, അതേപോലെ ഒന്നാണ് സാന്ദ്രീകരണം എന്നാൽ എന്ത്? വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. അതിനൊരു ഉദാഹരണമാണ് നീരാവി വെള്ളമായി മാറുന്നത്. താങ്ക് യു.